കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് കീം 2025 റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കീം 2025 റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ എക്സാമിൽ ഏറ്റവും മികച്ച വിജയം, അതായത് കേരളത്തിലെ തന്നെ കാറ്റഗറി റാങ്ക് 1 കരസ്ഥമാക്കിയിരിക്കുകയാണ് ശബരിനാഥ് എന്ന ബ്രില്യൻറ്റിലെ മിടുക്കനായ വിദ്യാർത്ഥി. അപ്പോൾ ആദ്യമേ തന്നെ ശബരിനാഥ്, വളരെ വലിയൊരു കൺഗ്രാജുലേഷൻസ്. ഓക്കെ. അപ്പോൾ ഈ റിസൾട്ട് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നു. അതിൽ ഇത്തരം ഒരു മികച്ചൊരു വിജയം, അതായത് റാങ്ക് 1 ആണ് നേടിയിരിക്കുന്ന കാറ്റഗറി വൈസ്. എന്ത് തോന്നിയായിരുന്നു ആ ഒരു റിസൾട്ടൊക്കെ കണ്ടപ്പോൾ? പ്രത്യേകിച്ചൊന്നും തോന്നില്ല, ഞാനത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം കുസാറ്റിൻ്റെ വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു, ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട്, കുഴപ്പമില്ല. നമ്മൾ എക്സ്പെക്റ്റഡ്, അത് പ്രതീക്ഷ എന്താണ് അത് തന്നെ നമുക്ക് കിട്ടി അല്ലേ? ഓക്കെ, നൈസ്. ആ ഒരു കോൺഫിഡൻറ്റ് നമുക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ശബരിയുടെ പേരൻസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ശബരി ജസ്റ്റ് എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കോ, ശബരിനെ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് ശബരിനാഥ്, ഞാൻ ഇവിടെ മണർകാട് കോട്ടയത്ത് താമസിക്കുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തു. പിന്നെ ഈ വർഷം മെയിൻസ് എഴുതി, പിന്നെ അഡ്വാൻസ് എഴുതി, പിന്നെ കീമോ എഴുതി. അങ്ങനെ അതായത് ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് ഏത് ബാച്ചായിരുന്നു? I08 ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു. ഓക്കെ. അപ്പം ഇതാണ് എൻ്റെ അച്ഛൻ, പേര് സുരേഷ് KS, ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ അമ്മ ശീലവികസന വകുപ്പിലാണ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു. അനിയത്തി 8ാം ക്ലാസ്സിലാണ്, ഗിരിദീപം സ്കൂളിൽ ഇവിടെ പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ആൻറ്റിസിപ്പേഷനോട് കൂടി നോക്കിയ ഒരു റിസൾട്ടായിരുന്നു. അവർ എക്സാം എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നു? കാരണം നമ്മൾ മെയിൻസും അഡ്വാൻസും ഒക്കെ എഴുതിയിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ കീം എന്ന് പറയുന്നത് എളുപ്പമാണ്. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാമിൻ്റെ എക്സ്പീരിയൻസ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറേ മോക്കൊക്കെ എഴുതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്ന ചെറിയ പ്രശ്നം വെച്ചാൽ ഇതിന് സ്പീഡ് വേണം. അപ്പോൾ എനിക്കത് ഇച്ചിരി കുറവായിരുന്നു. അപ്പം പ്രതീക്ഷിച്ച ഇച്ചിരി നേടാൻ പറ്റുമെന്ന് എനിക്ക് പറ്റുമായിരുന്നു, പക്ഷേ പറ്റിയില്ല. പക്ഷേ ഇത് കിട്ടി, റാങ്ക് കിട്ടി. ഓക്കെ. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ശബരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരുപാട് മോഡൽ എക്സാംസ് എഴുതിയിട്ടുണ്ടെന്ന്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ, റിപ്പീറ്റേഴ്സും നല്ല ബ്രില്യൻറ്റിലുള്ള ഏത് പ്രോഗ്രാമിലാണെങ്കിലും ഈ ഒരു മെയിൻ എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ നിരവധി മോഡൽ എക്സാമുകൾ എഴുതി ആ ഒരു എക്സാം ഫിയർ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് നമ്മളെ അങ്ങ് യൂസ്ഡ് ആക്കിയിട്ടാണ് ഈ മെയിൻ എക്സാമിന് വിടുന്നത്. ഇപ്പോൾ ശബരി പറയുകയും ചെയ്തു ഒരുപാട് മോക്ക് എക്സാംസ് ഒക്കെ ശബരി തന്നെ എഴുതിയിട്ടുള്ളത്. ശരിക്കും ഈ മോക്ക് എക്സാംസ് എങ്ങനെയാണ് ശബരിനെ മോൾഡ് ചെയ്തത് ഈ ഒരു എക്സാമിന് വേണ്ടി, മെയിൻ എക്സാംസിന് വേണ്ടി? ഇപ്പം മെയിൻസിന് ഇത് ഡിഫറൻസ് ഉണ്ടല്ലോ. ഇതിപ്പം എത്ര 150 ക്വസ്റ്റ്യനുകളും ഉണ്ട്. അപ്പം നമുക്കിപ്പം അതിൻ്റെ സ്പീഡൊക്കെ കൂടണം. അപ്പം മോക്ക് എക്സാം ഒക്കെ എഴുതിയാലേ ഇങ്ങനെ സ്പീഡൊക്കെ കൂടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കുറേ നമുക്കിപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വിടണം. കാരണം ടീമിന് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതൊക്കെ ഇങ്ങനെ മോക്ക് എഴുതിയപ്പോൾ കുറേ പ്രാക്ടീസായി, അതുപോലെ അങ്ങനെ പഠിച്ചു. അപ്പം മോക്കൊക്കെ എഴുതിയപ്പോൾ നല്ലപോലെ ട്രെയിനായി, അങ്ങനെ പോയി എഴുതിയതാണ്. ഓക്കെ. നമ്മുടെ ഇപ്പോൾ സ്റ്റഡിങ് പാറ്റേണിനെ കുറിച്ചാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. ഒരു ദിവസം ശബരി എങ്ങനെയാണ് ഈ ഒരു പഠനത്തെ ഒന്ന് ഓർഗനൈസ് ചെയ്ത്, ഓരോ സബ്ജക്റ്റിനും ഇത്ര സമയം വെച്ച് അങ്ങനെയായിരുന്നു ഒരു പഠന രീതി? അത് എങ്ങനെയായിരുന്നു? ഒരു ദിവസം ഒരു സബ്ജക്റ്റ് വെച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം തന്നെ 13-14 മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിച്ച് പിന്നെ ഒരു സബ്ജക്റ്റ് തന്നെ ഒരു ഡേ പഠിക്കും. പിന്നെ അടുത്ത സബ്ജക്റ്റ് അടുത്ത ഡേ അങ്ങനെ പഠിക്കുമായിരുന്നു. പിന്നെ മാറി പിന്നെ ഇടയ്ക്ക് മോക്കും എഴുതും, അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പോയായിരുന്നു. ഓക്കെ. ഏറ്റവും ഇഷ്ടം തോന്നിയ സബ്ജക്റ്റ് ഏതായിരുന്നു? ഫിസിക്സ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ചിന്തിക്കേണ്ടി വന്നില്ല, ചാടി തന്നെ പറഞ്ഞു ഫിസിക്സ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഫിസിക്സിനോടൊരു താല്പര്യം? അറിയില്ല, മാത്സ് ഭയങ്കര പാടായിട്ട് വന്നു. പിന്നെ കെമിസ്ട്രി നമ്മൾ ഇച്ചിരി തിയററ്റിക്കലാണ്. അപ്പം ഫിസിക്സ് നമ്മൾ ഇച്ചിരി ലോജിക്കൊക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കതാണ് മിക്കപ്പോഴും അതിനാണ് എപ്പോഴും മാർക്കൊക്കെ ഉള്ളത്. മെയിൻസിനാണ് അഡ്വാൻസ് ഒക്കെ നല്ല മാർക്ക് അതിനാണ്. നേരെ ഓപ്പോസിറ്റ് ചോദ്യം, ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് തോന്നുന്നത് ഏതാണ്? മാത്സ് ആണ്. ഓക്കെ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മാത്സിന് നമ്മൾ കുറേ പ്രാക്ടീസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചെയ്തിട്ടും പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ മാത്സ്. അപ്പോൾ സ്വാഭാവികമായും മാത്സിനോട് ചെറിയൊരു ഇഷ്ടക്കുറവും കൂടുതൽ എളുപ്പം തോന്നി, ഫിസിക്സിനോടൊരു ഇഷ്ടം കൂടുതലും തോന്നി അല്ലേ? ഓക്കെ. എക്സാമിൻ്റെ എങ്ങനെയായിരുന്നു? എക്സാമിന് ഏതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി? ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ് ഒക്കെ തന്നെയായിരുന്നു? ഫിസിക്സ് തന്നെയായിരുന്നു. ഞാൻ ഒട്ടുമിക്ക സമയത്തും ഫിസിക്സ് മാക്സിമം എഴുതാൻ നോക്കും. കാരണം ഫിസിക്സ് നന്നായിട്ട് സ്കോർ ചെയ്യുന്നുള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മാത്സിലോട്ടൊക്കെ പോകുന്നത്. അപ്പം ഫിസിക്സ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഫിസിക്സ് ആണല്ലേ? ഓക്കെ. അപ്പോൾ സബ്ജക്റ്റുകളെ പറ്റി പറഞ്ഞു. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, ക്ലാസ് ടീച്ചർ ആയിക്കോട്ടെ, മെൻറ്റർ ആയിക്കോട്ടെ, അവരുമായിട്ടൊക്കെയുള്ള ശബരിയുടെ ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ശബരിനെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു 1 year റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം?
ബെർലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നന്നായിട്ട് മനസ്സിലാകും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇച്ചിരി മനസ്സിലാവുന്നതൊക്കെ ഇവർ നന്നായിട്ട് ക്ലിയർ ആയിട്ട് നന്നായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ആയിരുന്നു അവരൊക്കെ നല്ല പിന്നെ ഡൗട്ടൊക്കെ എന്ത് ചോദിച്ചാലും അപ്പോൾ തന്നെ പറഞ്ഞു തരും. നമ്മളെ നന്നായിട്ട് അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി തരും അവർക്ക്. അല്ല അവർക്ക് ഒരു മനസ്സമാനം കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, നമ്മളൊക്കെ മനസ്സിലായി അവർ ഉറപ്പ് വരുത്തിയിട്ട് അവരടുത്ത പരിപാടിക്ക് പോകത്തുള്ളൂ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ റിപ്പീറ്റ് അവിടെ നമ്മുടെ പാലായിലെ സെൻട്രൽ വന്ന് നിന്ന് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഹോസ്റ്റൽ ആയിരുന്നു ഒരു വർഷം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബെർലിനിലെ ഹോസ്റ്റൽ? അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ കുറേ പേര് ഇങ്ങനെ പറയുന്ന കേട്ടോണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. എന്നാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് നല്ല സ്ട്രിക്റ്റ് ഒന്നും നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റി. നല്ല അതിൽ പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും റൂംമേറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിരിക്കാനൊക്കെ നല്ലതായിരുന്നു. വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എല്ലാം നന്നായിട്ട് പോയി. ഓക്കെ, ക്ലാസ്സുകളിലേക്ക് നമ്മുടെ ഡയറക്ടേഴ്സ് പലപ്പോഴും വരാറുണ്ട്. കാരണം അവരുടെ വാക്കുകൾ പലർക്കും ഒരു മോട്ടിവേഷൻ ആകാറുണ്ട്, ഒരു ഗൈഡൻസ് നൽകാറുള്ള ഒന്നാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഏറ്റവും കൂടുതൽ ലൈക്ക് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത് സംസാരം കേട്ടിട്ടുള്ളത് ഏത് ഡയറക്ടറുടെ ആയിരുന്നു? സന്തോഷ് സാറിൻ്റെ. സന്തോഷ് സാർ എപ്പോഴും മറ്റേ വീക്ക്ലി ടെസ്റ്റ് കഴിയുമ്പോൾ ക്ലാസ് ബാച്ച് ടോപ്പറിനെയൊക്കെ വിളിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സാറിൻ്റെ ആയിരുന്നു. പിന്നെ ജോർജ് സാറാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ് അതുപോലെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നന്നായിരുന്നു. എല്ലാം പിന്നെ മോട്ടിവേറ്റഡ് ആയിരിക്കാൻ പറ്റി എപ്പോഴും ഇവർ തന്നെ ക്ലാസ് ഉണ്ടായിരുന്നുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ വലിയൊരു വിജയമാണ് മകൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ടൊക്കെ അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒക്കെ ഒരു ഇമോഷൻ? മകൻ പറഞ്ഞു പ്രതീക്ഷിച്ചിരുന്നതാണ്, അതിൽ കൂടുതലൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. അത്ര കോൺഫിഡൻ്റ് ആണ് സബരീഷ്. സാറിന് എങ്ങനെയായിരുന്നു ആ ഒരു റിസൾട്ടൊക്കെ അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്? വളരെ ഹാപ്പിയാണ്. ഞാനങ്ങനെ ഇടുക്കിയിലുള്ള സമയത്താണ്, ഞാൻ ജോലി ചെയ്യുന്ന ഇടുക്കിയിലാണ്, ഇടുക്കി പൈനാവില്ല. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ഇങ്ങനെ ഇപ്പോൾ ഗെയിമിൻ്റെ റിസൾട്ട് വരാനായിട്ട് വൈകിയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പിന്നെ ശബരിയാലും കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഗെയിമിന് കാറ്റഗറിയിൽ എനിക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ് റാങ്ക് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ശബരി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ 12 മുതൽ 14-15 മണിക്കൂർ വരെ ഒരു ദിവസം പിന്നെ ബെർലിനിലെ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ 2 ദിവസമാണ് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ആ സമയത്തൊക്കെ ഞാനും വൈഫായിട്ടും മോളുമായിട്ടും എല്ലാം സംസാരിക്കും. വളരെ ആത്മവിശ്വാസത്തോടെയാണ് ശബരി. ഒരു ടെൻഷൻ അങ്ങനെ ഇതുവരെ അങ്ങ് ഫീൽ ചെയ്തിട്ടില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ തന്നെ ചൂസ് ചെയ്യാൻ കാരണം? നമ്മൾ ഇപ്പം വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നതാണല്ലോ ബ്രില്യൻറ്റ്. ഇപ്പം നോർത്ത് കേരളയിൽ നിന്ന് പോലും ഇവൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോലും ആൾക്കാർ ബ്രില്യൻറ്റ് വന്ന് പഠിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാകുമ്പോഴത്തേക്ക് എൻ്റെ പല സുഹൃത്തുക്കളുടെയും മക്കൾ ഒരു ട്രിവാൻഡ്രം, കാസർഗോഡ്, കോഴിക്കോട് മറ്റുള്ള ആൾക്കാരെല്ലാം വന്ന് ബ്രില്യൻറ്റിൽ ഹോസ്റ്റലിൽ വന്ന് പഠിക്കുന്നുണ്ട്, അല്ല ഓൺലൈനായിട്ടും അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കോഴിക്കോട് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്നു. ആ സമയത്ത് അവിടെ ഉള്ള എൻ്റെ പല സുഹൃത്തുക്കളുടെയും മക്കളവിടെ ബ്രില്യൻറ്റ് പഠിക്കുന്നുണ്ടായിരുന്നു. അതായത് പാലായിലും വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾക്ക് ആ മുൻപരിചയമാണ് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായത്. ഓക്കെ, അതായത് നമ്മുടെ ചുറ്റിനും നമ്മുടെ നിൽക്കുന്ന ഇഷ്ടം പോലെ വ്യക്തികളുടെ മക്കളൊക്കെ ഇവിടെ നല്ല റിസൾട്ട് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ കാഞ്ഞപ്പള്ളി സെൻറ് ആൻഡ് സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നീറ്റ് നല്ല റാങ്ക് കിട്ടി. ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജ് പഠിക്കുന്നുണ്ട്. അത് ബ്രില്യൻറ്റിൻ്റെ ആനക്കല്ല് സെൻറ് ആൻഡ് സ്കൂളിലെ ബാച്ചിൽ നിന്ന് പഠിച്ച കുട്ടിയാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കിങ്ങനെ കിട്ടുന്ന വിവരങ്ങളാണല്ലോ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതെ 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 അതെ. ഇപ്പോൾ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ ഒരു റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ പേരൻറ്റും തമ്മിലുള്ളൊരു കണക്ഷനാണ്. ആ ഒരു കണക്ഷനായിട്ട് നിൽക്കുന്നത് ബ്രില്യൻറ്റിൽ തന്നെ ഇവർക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു ക്ലാസ് മെൻറ്റേഴ്സ്, ടീച്ചേഴ്സൊക്കെ അവരാണ് നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ശബരിയുടെ കാര്യങ്ങൾ ഇൻ ടച്ചിലായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ വിളിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പം ഇവരുടെ ശബരിയുടെ ഹോസ്റ്റലിൽ അരുൺ സാറ് പിന്നെ ശ്രീജിത്ത് സാറ് രണ്ടുപേരുമാണ് നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വളരെ നല്ല അനുഭവം ഉണ്ടായത്. ഒരിക്കൽ പോലും ഒരു മോശമായിട്ടുള്ളൊരു അനുഭവം നമ്മൾ പലപ്പോഴും ഇപ്പം മിക്കവാറും വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ വിളിക്കണമല്ലോ, അവരെ വിളിക്കുന്ന സമയത്തൊക്കെ ഒരിക്കൽ പോലും നമുക്കൊരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവമാണ്. പിന്നെ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. അക്കാര്യത്തിൽ 100% അക്കാര്യത്തിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഒരു എഞ്ചിനീയർ ആകണമെന്ന് ശബരി ആദ്യമായിട്ട് ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ആരോടാണ്? അമ്മയോടാണോ അച്ഛനോടാണോ? ഞാൻ എൻ്റെ ഒരു ചെറുപ്പം മുതലുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ അതായത് കുട്ടികൾ വളരെ അതായത് നമ്മളൊക്കെ വളർന്നു വരുന്ന സാഹചര്യമല്ല ഇവരുടേത്. കാരണം നമ്മൾ വളർന്നു വരുന്ന ഇല്ലായ്മകളിൽ നിന്ന് വളർന്നു വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള സൗകര്യങ്ങളില്ലാത്ത ഗ്രാമപ്രദേശങ്ങൾ വളർന്ന ആളാണ് ഞാനും വൈഫും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ നഗരപ്രദേശത്ത് താമസിക്കുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിനും 10 മടങ്ങ് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരുപാട് കൂടുതലാണ്.
സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ഇത്തരം സാഹചര്യം ലഭിക്കുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, അവർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ ഞാൻ ചെറുപ്പം മുതലേ ശബരിക്ക് കൊടുക്കാറുണ്ട്. ഞാൻ ശബരിക്ക് മാത്രമല്ല, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അത്തരത്തിൽ ഞാൻ പറയാറുണ്ട്. കാരണം ജീവിത സാഹചര്യങ്ങൾ നല്ല മെച്ചപ്പെട്ട ആൾക്കാർക്ക് ആ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റില്ല, പിന്നെ അത് അവരുടെ പരാജയമാണ്. അതെ, അത് ഉപയോഗിക്കണം. അപ്പം അങ്ങനെ ശബരി അത് ഉപയോഗിച്ചിട്ടുണ്ട്. മാം നമസ്കാരം. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു വിജയത്തിൽ? സന്തോഷം ഉണ്ട്. നമ്മൾ ഇപ്പം ഞാൻ എല്ലാ ദിവസവും നോക്കുമായിരുന്നു കീമിൻ്റെ റിസൾട്ടിന് വൈകുന്നു എന്ന് പറയുമ്പോൾ. ആദ്യം 12-ാം തീയതി വരുമെന്ന് അറിഞ്ഞിരുന്നു. അതിന് വീണ്ടും വീണ്ടും മാറ്റിയപ്പോൾ ഞാനും ശബരിയോട് പറയും എപ്പോഴും നോക്കണം, സൈറ്റിൽ കയറി നോക്കണം റിസൾട്ട് എന്നാണ് വരുന്നത്. പത്രത്തിൽ ഞാൻ എന്നും എഡ്യൂക്കേഷൻ പേജ് നോക്കുമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വാർത്തയിലും കണ്ടത് ഉടനെ ഈ ആഴ്ച ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് വരുമെന്ന് ഞാനും അറിയുന്നില്ല. ഞാൻ വൈകിട്ട് അറിയുന്നത് തന്നെ ഞാൻ ബസ് ഇറങ്ങി വരുമ്പോഴത്തേക്കും മനോരമക്കാരുടെ വിളിയായിരുന്നു വരുന്നത്. മനോരമയിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ ഞങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട് പത്രക്കാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കുന്നതാണ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. അപ്പോൾ അവർ ശബരിനാഥിന് ഇങ്ങനെ റാങ്ക് കിട്ടിയെന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. അപ്പം വലിയ സന്തോഷം തോന്നി. കിട്ടുന്നത് പ്രതീക്ഷിച്ചിരുന്നതാണ്, എങ്കിലും നമുക്കത് ആ പ്രതീക്ഷ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ ശബരി ആണെങ്കിൽ വേറെ ഒന്ന് പറയാനായിട്ടും ഈ ബ്രില്യൻ്റ് നമ്മൾ അഡ്മിഷൻ എടുത്തപ്പോഴത്തേക്കും ആൾ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. കാര്യം ഇത്ര നമുക്ക് അരമണിക്കൂർ ദൂരമേ ഉള്ളൂ യാത്രയെന്ന് പറയുന്നത്. അപ്പം വീട്ടിൽ നിന്ന് പോയാലോ എന്നൊക്കെ അറിയും. പക്ഷെ ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല, നമുക്ക് ഹോസ്റ്റലിൽ തന്നെ നിന്നാൽ, കാരണം 10-12-13 മണിക്കൂറോളം ദിവസം പഠിച്ചാലേ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് നമ്മൾ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഹോസ്റ്റലിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നു. ആൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നു ഞങ്ങളെല്ലാവരും കൂടി ആക്കാനായിട്ട് പോയത്. ഹോസ്റ്റലിൽ ചെന്ന് കണ്ടു, റൂമിൽ കയറി റൂംമേറ്റിനെയൊക്കെ കണ്ടപ്പോൾ തന്നെ ആൾ ടെൻഷനെല്ലാം പോയി. അപ്പോൾ ഹാപ്പിയായി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ആഴ്ചയിൽ വിളിക്കും, അങ്ങനെ ആൾ പിന്നെ ഹാപ്പിയാണ്. എപ്പോഴും വിളിക്കുമ്പോഴും നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് സംസാരിക്കുകയും പിന്നെ കോളേജിനെ കുറിച്ചായാലും ഹോസ്റ്റലിനെ കുറിച്ചെല്ലാം പറയുന്നത്. ഞങ്ങളും പരമാവധി മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ എന്തെങ്കിലും വിഷമം വന്നാൽ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എല്ലാത്തിനും മുകളിൽ നമ്മുടെ ഒരു വിശ്വാസം, ദൈവം, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അതും ഒരു പ്രാർത്ഥന, ഇതൊക്കെയാണ് ഈ ഒരു വിജയത്തിന് പിന്നിൽ അവൻ്റെ കഠിന അധ്വാനവും. എല്ലാവർക്കും, ബ്രില്യൻ്റിലെ സാറുമാർക്കും അതുപോലെ ഹോസ്റ്റലിലെ സാറുമാർ എല്ലാവരുടെയും ഇവിടെ ഒത്തൊരുമിച്ച്, അതുപോലെ പിന്നെ ICU-8-ലെ മിസ്സ് രഞ്ജിത മിസ്സ്, എല്ലാവരുടെയും നല്ലൊരു സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പൊസിഷനിൽ അവന് എത്താനായിട്ട് പറ്റിയത്. ഓക്കെ, ശബരി വീട്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നൊക്കെ എങ്ങനെയായിരുന്നു? കറക്റ്റായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിരുന്നു? അത് ഇപ്പം 10th മുതലാണ് ഒരു 10th തൊട്ട് മുമ്പ്, അതായത് ഒരു ഓണപരീക്ഷ വരെ ഒരു 80-85 ഇടയ്ക്കായിരുന്നു പെർസെൻറ്റേജ് ആണ് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ആ ഒരു ഇതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഫൈനൽ എക്സാം വന്നപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം 96% കിട്ടുക. ആ മൗണ്ട് കാർമലായിരുന്നു കഞ്ഞിക്കുഴി, അവിടുത്തെ സ്കൂൾ ടോപ്പറായിരുന്നു കിട്ടിയത്. അപ്പോൾ അതും നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. പക്ഷേ ഇവനൊരു പഠിക്കാനായിട്ട് സമയം വെച്ചാണ്, ടൈം ടേബിൾ വെച്ച് തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇത്ര സമയത്തിന് ഇത്ര വിഷയം തീർക്കണം, ഇത്ര പോർഷൻ തീർക്കണം. നമ്മൾ ആരും പറയണ്ട. ഞങ്ങളൊന്ന് ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനോ എന്തെങ്കിലും ചോദിക്കാനായിട്ട് ചെന്നാൽ പോലും അതൊന്നും ഇവൻ പറയും വേണ്ട. അതൊന്നും അങ്ങനെ ചെയ്യുമ്പോൾ അവൻ അത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് വരുന്നത്. തന്നെ ഒരു ഇത് ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. നമ്മളുടെ ഇടപെടൽ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. അങ്ങനെ തന്നെ നമ്മളൊന്നും പറയണ്ട, സമയം പാലിച്ച് തന്നെ പോർഷൻ തീർക്കുമായിരുന്നു. ആ രീതിയിൽ അത് ആ പിന്നെ 10th മുതൽ ഇങ്ങോട്ട് ആ രീതിയിൽ തന്നെ പോയിരിക്കുന്നത്. ഓക്കെ, മോളുടെ പേരെന്താ? ഗൗരിനന്ദ. ഗൗരിനന്ദ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. ഓക്കെ, 8th. ഓക്കെ, അപ്പോൾ ചേട്ടൻ വലിയൊരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അത് അറിഞ്ഞപ്പോൾ തോന്നിയത്? ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്തു, പിന്നെ ഹാപ്പി ആയിരുന്നു, എക്സ്പെക്റ്റഡ് ആയിരുന്നു. എല്ലാവരും അതാണ് പറഞ്ഞത്, എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഫുൾ ഫാമിലി മൊത്തം കോൺഫിഡൻസ് തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ മോളുടെ ഒരു അംബിഷൻ എന്താണ്? ഇതേ പാതയാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? എഞ്ചിനീയറിംഗ് തന്നെയാണ് പാത. ഓക്കെ, എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗിലേക്ക് ഒരു പാഷൻ? എനിക്ക് മെഡിക്കലിലോട്ട് താല്പര്യമില്ല. അപ്പം നോക്കിയപ്പോൾ ഇത് ബെസ്റ്റ് ചോയ്സ് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് അല്ലേ? ഓക്കെ, ഫൈൻ. ഇന്ന് സ്കൂളിൽ പോയപ്പോഴത്തേക്കും ഹിന്ദു പത്രത്തിന്റെ ഫോട്ടോയുള്ള പേജും കൊണ്ടാ പോയത്, കൂട്ടുകാരെ കാണിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, പ്രത്യേകിച്ച് അങ്ങനെ ഒരു പുഷിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ തന്നെ നേരിട്ടങ്ങ് പഠിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ എൻജിനീയറിംഗിലേക്ക് എങ്ങനെയാണ് ആ ഒരു താല്പര്യം വന്നു തുടങ്ങി? ലൈക്ക് ഇതാണ് എൻ്റെ പാത എന്ന് ഒരു തീരുമാനം എടുത്തത്? ബയോളജി എനിക്ക് അത്ര വേണ്ടാത്തൊരു തോന്നി. കാരണം ചിലതൊക്കെ എനിക്ക് അത്ര ഭയങ്കര പാടായിരുന്നു. കംഫർട്ടായിരുന്നു. പിന്നെ ബേസിക്കലായിട്ട് മൊത്തം തിയററ്റിക്കലിയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും. അപ്പം
എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും എടുക്കുന്നത്. നമുക്ക് തീരുമാനിച്ചു അത് തന്നെ ബയോളജിയോട് താല്പര്യമില്ലായിരുന്നു അങ്ങനെ. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതും കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ ഏത് കോളേജിലാണ്? NIT കാലിക്കറ്റ്. NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസിൽ. ഓക്കെ, സോ വൈ കമ്പ്യൂട്ടർ സയൻസ്? എന്തോ ചെറുപ്പം മുതലേ ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ എപ്പോഴും കണ്ടുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലായിരുന്നു. തീർച്ചയായിട്ടും ഇത്ര ഇപ്പോൾ നേരത്തെ പറഞ്ഞു 13 മണിക്കൂറൊക്കെ 14 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ ആയിട്ട് എന്തൊക്കെയായിരുന്നു കണ്ടെത്തിയിരുന്നത്? റിലാക്സേഷൻ മെയിൻലി നമ്മൾ റൂംമേറ്റ്സായിട്ട് സംസാരിക്കുക, അത് തന്നെയാണ് റിലാക്സേഷൻ. എപ്പോഴും പഠിക്കുമ്പോഴും പിന്നെ ഇടയ്ക്കൊക്കെ അവരോട് സംസാരിക്കും. അപ്പം അങ്ങനെ നല്ല റിലാക്സേഷൻ ആയിട്ട് തോന്നി. പിന്നെ അതൊക്കെ തന്നെ കിട്ടുമ്പോൾ പേരൻസിനോട് പിന്നെ ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ പിന്നെ പേരൻസിനോടും കുറേ സംസാരിക്കും. അങ്ങനെയൊക്കെ റിലാക്സേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ശബരി ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടുള്ളൊരു ആളാണ് എന്ന്. തീർച്ചയായിട്ടും എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂൾ നേച്ചർ തന്നെ ഇരുന്ന് പഠിച്ച് ഈ ഒരു മികച്ച വിജയം കരസ്ഥമാക്കിയ ശബരിയോട് ഞാൻ ചോദിക്കുകയാണ്, ഇനിയും നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ JEE ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, എക്സാമുകൾക്കായിട്ട് ഇപ്പോഴും വളരെ കഠിനമായിട്ട് തന്നെ ഒരു പ്രയത്നം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ലൈക്ക് എന്ത് സജഷനാണ് കൊടുക്കാനുള്ളത്? അതായത് ഞാൻ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യവും എന്നാൽ പറ്റുവാണെങ്കിൽ ഒഴിവാക്കുക എന്ന് പറയാനുള്ളൊരു സജഷനും എന്താണ് ഈ രണ്ട് കാര്യം? മെയിനായിട്ടുള്ള കാര്യം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാണ്, അത് തന്നെയാണ് ഏറ്റവും വേണ്ടത്. പിന്നെ കുറേ മോക്ക് എക്സാം എഴുതുക, നമ്മൾ എക്സാമിനെ പറ്റി കുറേ പരിചയം, പിന്നെ ടൈം മാനേജ്മെൻ്റ് ഒക്കെ ശരിയാക്കണം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറേ സമയം കളയരുത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പഠിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ വെച്ച് തന്നെ മാക്സിമം നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ നോക്കണം. പിന്നെ ഇവിടെ വന്നാലും നമ്മൾ പിന്നെ ഒന്നുകൂടെ നോക്കാനുള്ള സമയമൊന്നുമില്ല, നേരെ ക്വസ്റ്റ്യൻ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, പിന്നെ പഠിക്കുക, അതൊക്കെ തന്നെ. ഓക്കെ, അത് ചെയ്യണം. ഓക്കെ, ഇനി ഒരിക്കലും ചെയ്യരുത് എന്ന് പറയാനുള്ളത്? ചെയ്യരുതെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് നമ്മൾ തിയറി ഇപ്പം കെമിസ്ട്രി ഒക്കെ നമ്മൾ തിയറി ഒക്കെ നന്നായിട്ട് നോക്കണം. പിന്നെ മാത്സും ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തിയറി നമ്മൾ ക്ലാസ്സിൽ വെച്ച് പഠിച്ച് പിന്നെ നമ്മളൊന്ന് ഹോസ്റ്റലിൽ വന്നൊന്ന് വായിക്കുക, പിന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. അമിതമായി തിയറിയിലേക്ക് പക്ഷേ എല്ലാവരും ഐഡിയ ഉണ്ടായിരിക്കണം, ബട്ട് അമിതമായ തിയറിയിലേക്ക് പോകരുത്. പ്രാക്ടീസ് ആണ് വേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ കുറേ തിയറി ഉണ്ടെങ്കിൽ എല്ലാ തിയറിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരത്തില്ല. മെയിനായിട്ടുള്ള കുറച്ച് ടോപ്പിക്സിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേടാൻ പറ്റും. ഓക്കെ, അത് വളരെ മികച്ചൊരു സജഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അനാവശ്യമായിട്ട് അങ്ങനെ സമയം ചെലവഴിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു ലെവലിലേക്ക് നമ്മളെ തന്നെ വരുത്തുക എന്നുള്ളത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു മികച്ചൊരു വിജയത്തിൽ പങ്കുചേരാനായതിൽ പേഴ്സണലി ഞാനും താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈ ഒരു വളരെ ചെറിയൊരു നിമിഷം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സമ്മതിച്ചതിനും നിങ്ങൾക്കും വലിയൊരു താങ്ക് യു. അപ്പോൾ ശബരി, ഒന്നുകൂടെ ബിഗ് കൺഗ്രാജുലേഷൻസ്. ഇത് നമ്മുടെ സന്തോഷ് സാറ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസിന് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെയും മികച്ച വിജയങ്ങൾ ശബരിനെ തേടി എത്തട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. സോ താങ്ക് യു സർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.